ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോഡോക്സ്. ആണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL മിനി ഓപ്ഷൻ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. 2026 IPL വേണ്ടിയിട്ട് ടീമുകൾ അവരെ ഫുൾ സ്ക്വാഡ് സെറ്റാക്കിയിരിക്കുകയാണ്. ഇന്നലത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സംഭവ പോലെ തന്നെയായിരുന്നു. ഫസ്റ്റ് സെറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ഗ്രീൻ മാത്രമാണ് അങ്ങനെ എല്ലാ ടീമുകളും ഒരുമിച്ച് നോക്കാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളത്. അതിൽ തന്നെ കൊൽക്കത്തയും ചെന്നൈയും മാത്രമായിരുന്നു ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഗ്രീനിന് പിന്നാലെ ഉണ്ടായിരുന്നത്. അങ്ങനെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കൊൽക്കത്ത ഗ്രീനിനെ അവരുടെ താവളത്തിലോട്ട് എത്തിച്ചിട്ടുണ്ട്. 25.2 കോടി രൂപയാണ് ഗ്രീനിന് വേണ്ടിയിട്ട് കൊൽക്കത്ത ചിലവാക്കിയത്. ഗ്രീൻ ഒരു ഓൾറൗണ്ടറാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു തുക അത്രയും ഒരു ഓവർ പ്രൈസ്ഡ് ആയിട്ട് നമുക്ക് തോന്നില്ല. ഒബ്വിയസ്ലി ഗ്രീൻ അപ്പോൾ ഇഞ്ചുറി പ്രോൺ ആണെങ്കിൽ പോലും ഗ്രീൻ കംപ്ലീറ്റ് ആ സീസൺ കളിക്കുകയാണെങ്കിൽ മിനിമം ഒരു 400 റൺസും 10 മോളി വിക്കറ്റും ഗ്രീൻ എന്തായാലും എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊൽക്കത്തയ്ക്ക് അത്യാവശ്യം നല്ലൊരു ബൈ ആയിരുന്നു ഗ്രീൻ. പക്ഷേ ചെന്നൈയുടെ കാര്യം പറയുമ്പോൾ ചെന്നൈ ഈ 43 കോടി കയ്യിൽ വെച്ചിട്ട് ചെന്നൈ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ആരെ വിളിക്കുക നമ്മൾ വിചാരിച്ചു ഗ്രീനിന് വേണ്ടി വിളിച്ചു, ശരി ഗ്രീനെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ലിവിങ്സ്റ്റണ് വേണ്ടി വിളിക്കുമെന്ന് വിചാരിച്ചു, വെങ്കടേഷ് അയ്യർക്ക് വേണ്ടി വിളിക്കുമെന്ന് വിചാരിച്ചു. അവസാനം ബോളേഴ്സിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ വരികയാണ്. ജേക്കബ് ഡഫി വരുന്നു പോകുന്നു, മാറ്റൻഡർ വരുന്നു പോകുന്നു, നോർക്കി വരുന്നു പോകുന്നു, ആർക്ക് വേണ്ടി വിളിക്കണില്ല, ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു പൈസ തിരിച്ചുകൊണ്ടുള്ള ഒരു പ്ലാനുമാണോ എന്ന്. അങ്ങനെ അവസാനമാണ് ചെന്നൈ 2 അൺക്യാപ്ഡ് പ്ലേയേഴ്സിന്, അതായത് ബഹുഭൂരിപക്ഷം ആളുകളും കേട്ടിട്ടില്ലാത്ത ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ വൻ കിടിലൻ പ്ലേയേഴ്സാണ് പ്രശാന്ത് വീർ അതുപോലെ തന്നെ കാർത്തിക് ശർമ്മ. ഈ 2 പ്ലേയേഴ്സിന് വേണ്ടിയിട്ടാണ് യഥാക്രമം 14.2 കോടി മുടക്കി ചെന്നൈ അവരുടെ താവളത്തിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നതും ഈ 2 ടീമുകളാണ്. ചെന്നൈയും കൊൽക്കത്ത ആരൊക്കെ മേടിക്കുമെന്ന് തന്നെയാണ്. ഇപ്പോൾ കൊൽക്കത്ത ഓൾറെഡി അല്പം പ്ലേയേഴ്സിനൊക്കെ സെറ്റാക്കി വരുന്നു. ചെന്നൈ ഇങ്ങനെ വിളിക്കാതെ അവസാനമാണ് ഈ 2 അൺക്യാപ്ഡ് പ്ലേയേഴ്സിന് എടുത്തത്. അപ്പോൾ ഈ അൺക്യാപ്ഡ് പ്ലേയേഴ്സ് ആരാണ് പ്രശാന്ത് വീർ, ആരാണ് കാർത്തിക് ശർമ്മ എന്നൊക്കെ തന്നെയായിരുന്നു ഇന്നലെ കുറേ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യം. പ്രശാന്ത് വീർ കഴിഞ്ഞ വർഷത്തെ UP T20 ലീഗിലെ എമേർജിംഗ് പ്ലെയറാണ്. 20 വയസ്സായിട്ടുള്ളൂ. ജഡേജയുടെ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ആഭ്യന്തര ക്രിക്കറ്റ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെന്നൈയുടെ സ്കൗട്ടിംഗ് റഡാറിൽ പെടുകയും ചെന്നൈ ട്രയൽസിനായിട്ട് വിളിക്കുകയും അവരെ ഇന്ന് ഇമ്പ്രസ് ആവുകയും തീർച്ചയായിട്ടും ഈ പ്ലെയർ എടുക്കണം എന്ന് അവർ ഉറപ്പിച്ചതിന് ശേഷമാണ് അവർ ഈ പറയുന്ന ഓപ്ഷൻ വന്നത് തന്നെ. ചെന്നൈയുടെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത് ഈ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ അൺക്യാപ്ഡ് പ്ലെയേഴ്സ് തന്നെയായിരുന്നു. ഒരിക്കലും വലിയ താരങ്ങൾക്ക് പിന്നാലെ അവർ പോകാഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഇന്നലെ എന്ത് വില കൊടുത്തും പ്രശാന്ത് വീറിൻ്റെ ടീമിലോട്ട് എത്തിക്കണം എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് അവർ ഓപ്ഷനിൽ വന്നത്. 14.2 കോടി ഒരു അൺക്യാപ്ഡ് പ്ലെയറിന് ഇടുന്ന ഏറ്റവും വലിയ തുകയാണ്. മുൻപ് ആവേശ് ഖാനായിരുന്നു 10 കോടി എങ്ങാണ്ട് കൊടുത്ത് LSG ടീമിലോട്ട് എത്തിച്ചത്. അപ്പോൾ ഇത്രയും വലിയൊരു തുകയ്ക്ക് ഈ പ്ലെയർ ഉണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് ആഭ്യന്തര ക്രിക്കറ്റിലെ കളികൾ കണ്ടവർക്ക് മനസ്സിലാവും. യൂട്യൂബിലൊക്കെ ചില ക്ലിപ്പിംഗ്സ് കിടപ്പുണ്ട്. എന്തായാലും ഇത്രയും വലിയ തുകയ്ക്ക് അദ്ദേഹം വർത്താണെന്ന് തന്നെയാണ് ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നത്. എന്തായാലും കളി വരുമ്പോൾ തന്നെ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് കാർത്തിക് ശർമ്മ. ഈ ലേലത്തിന് മുൻപ് അശ്വിനടക്കം പല ആളുകളും പറഞ്ഞ ലേലത്തിൽ വൻ രീതിയിൽ പൈസ മേടിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ സണ്ണി സിദ്ധു, കാർത്തിക് ശർമ്മ, പ്രശാന്ത് വീർ, അതുപോലെ തന്നെ നൈബ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു കാറ്റഗറിയിലൊരു പ്ലെയറാണ് കാർത്തിക് ശർമ്മ. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്, 19 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള യങ്സ്റ്റേഴ്സിനെ ടീമിലെത്തിച്ച് ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ചെന്നൈ ഇത്തവണ ഓപ്ഷന് വന്നിരിക്കുന്നത്. എന്തായാലും നല്ലൊരു പിക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇത്രയും പൈസയ്ക്ക് വർത്താണെന്നുള്ളത് അവരെ കളി കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ സമീർ റസീനൊക്കെ ഇത്രയും ആഭ്യന്തര നല്ല പെർഫോമൻസ് കണ്ട് വിളിച്ചെടുത്തിട്ട് അദ്ദേഹം പിന്നെ ഒരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ചെന്നൈയുടെ ഓപ്ഷൻ പ്ലാനുകൾ ഈ 2 പ്ലേയേഴ്സിൽ ഒതുങ്ങിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ അൺസോൾഡ് പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ കുറച്ചുകൂടി നല്ല രീതിക്ക് ഇപ്പോൾ സർഫറാസ് ഖാൻ ടീമിലോട്ട് വരുന്നു, രാഹുൽ ചാർ ടീമിലോട്ട് വരുന്നു, മാർഷൻഡർ ടീമിലോട്ട് വരുന്നു, അതുപോലെ മാത്യു ഷോട്ട് ടീമിലോട്ട് വരുന്നു. മൊത്തത്തിൽ അത്യാവശ്യം ഒരു എബോവ് ആവറേജ് ഓപ്ഷൻ വിലയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്തായാലും വെങ്കടേഷ് അയ്യറിൻ്റെ ടീമിലോട്ട് എത്തിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. വെങ്കടേഷ് അയ്യർ, ലിവിങ്സ്റ്റൺ അല്ലെങ്കിൽ ജേക്കബ് ഡഫിയാണ് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത്. അപ്പോൾ എന്തായാലും അതൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും അവസാനത്തെ കുറച്ച് വീഡിയോകൾ അത്യാവശ്യം നല്ലതായിരുന്നു. അങ്ങനെ ഒരു എബോവ് ആവറേജ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതുപോലെ തന്നെ US-ലും സൗത്ത് ആഫ്രിക്കയിലൊക്കെ നടക്കുന്ന ലീഗുകളിൽ ചെന്നൈയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചെന്നൈയുടെ ഫ്രാഞ്ചൈസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്ലെയറാണ് അക്കീൽ ഹുസൈനെയും 2 CR ബേസ് പ്രൈസിന് ചെന്നൈക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്പിന്നറാണ്, നല്ലൊരു ഓൾറൗണ്ടറാണ്. അപ്പോൾ എന്തായാലും ചെന്നൈ ഇത്തരത്തിൽ അത്യാവശ്യം നല്ല സ്പിന്നേഴ്സിനെ തവണ ഓപ്ഷനിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. പക്ഷെ എന്നാലും ഒരു കുറവുണ്ട്. നല്ലൊരു പേസ് ബോളറില്ല, നല്ലൊരു ക്ലീൻ ഹിറ്ററില്ല എന്നുള്ളതിൻ്റെ കുറവുണ്ട്. അപ്പോൾ എന്തായാലും കളിക്കളത്തിലോട്ട് വരുമ്പോൾ ഇത് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. അടുത്ത് KKRൻ്റെ കേസാണ്. KKR ആദ്യം തന്നെ ഗ്രീനിനെ എടുത്ത് അവരെ 3 തുക ഗ്രീനിന് വേണ്ടി ചിലവാക്കി അവർ ബാക്കി ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് നോക്കുന്നുണ്ടായിരുന്നത്. കൊൽക്കത്തയുടെ കേസ് നമുക്കറിയാം. കാരണം അവർക്ക് സ്പിന്നേഴ്സ്, അതായത് വരുൺ ചക്രവർത്തി അറിയാനുള്ളതുകൊണ്ട് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വേറെ പ്ലേയേഴ്സൊന്നും ആവശ്യമില്ല. പക്ഷേ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവർക്ക് പ്ലേയേഴ്സിന് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് സെറ്റിൽ നിന്ന് ലേലം വന്നാലും അവർക്ക് ഒരു പ്ലെയർ മസ്റ്റായിരുന്നു. ഓൾറെഡി വെങ്കടേഷ് അയ്യർ പോയാലും മിഡിൽ ഓർഡറിലോട്ട് ഗ്രീൻ വന്നത് വഴി ബാറ്റിംഗ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഓപ്പണിംഗ് റോളിലോട്ട് നോക്കാം. ഓപ്പണിംഗ് റോൾ കഴിഞ്ഞ വർഷം അവിടെ ക്വിൻ്റൻ ഡിക്കോക്കാണ് കളിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിലോട്ട് അവർ 3 പ്ലേയേഴ്സിനാണ് എടുത്തേക്കുന്നത്. ഒന്ന് ഫിന്നലൻ, 2 CR. ഫിന്നലൻ അത്യാവശ്യം നല്ലൊരു ഹിറ്റർ തന്നെയാണ്. പിന്നെ IPL എക്സ്പീരിയൻസിലെ രച്ചിൻ രവീന്ദ്രയും ബിഗ് ബാഷ് ലീഗിലെ മികച്ച പ്ലെയറായിട്ടുള്ള ടിം സേഫേർഡിനെ അവർ ഓപ്പണിംഗ് റോളിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആർക്ക് വേണമെങ്കിലും ഫസ്റ്റ് ലെവലിൽ ചാൻസ് കൊടുക്കാവുന്നതാണ്. നല്ല ബാക്കപ്പ് ഓപ്ഷൻസും ഉണ്ട്. ഓപ്പണിങ്ങിന് അങ്ങനെ വലിയ തലവേദനയില്ല. മിഡിൽ ഓർഡറിലോട്ട് വരുമ്പോൾ ഗ്രീൻ ഉള്ളതും അത്യാവശ്യം നല്ലൊരു ഇത് തന്നെയാണ്. അവർക്ക് ആ ഒരു ടീമിൻ്റെ ബാറ്റിംഗ് സ്ട്രെങ്ത് അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. റസലിൻ്റെ സ്ഥാനത്ത് റോമാൻ പൗൽ എന്നിരിക്കും കളിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഫിനിഷർ റോളിൽ അദ്ദേഹം ഇത്തവണ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. ഇനിയിപ്പോൾ ബോളേഴ്സിൻ്റെ സൈഡിലോട്ട് വരുമ്പോഴാണ് കൊൽക്കത്തയ്ക്ക് കുറച്ച് കൺഫ്യൂഷൻ. ഹർഷിത് റാണ ഉണ്ട്, ഒപ്പം ഒരു ഫോറിൻ പേസ് ബോളർ എന്ന രീതിയിൽ ഇനിയിപ്പോൾ മദീഷ പതിരാണയാണോ
അല്ലെങ്കിൽ മുസ്തഫിസ് റഹ്മാനാണ്. രണ്ടുപേരും ടീമിലോട്ട് വെച്ചിട്ടുണ്ട്. 18 CR മുസ്തഫിസ് റഹ്മാൻ 9.2 CR കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയർ അറ്റ് എ ടൈം കളിക്കുള്ളൂ. അപ്പോൾ 2 പ്ലേയേഴ്സിനും കൂടി 27 കോടിക്ക് മുകളിലൊക്കെ കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ് ഒരു ഡൗട്ട്ഫുൾ. കൊൽക്കത്തയുടെ ഓപ്ഷൻ വിളി മൊത്തത്തിൽ അതൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത് ഗ്രീൻ്റെ പിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ. എസ്പെഷ്യലി ബോളിംഗ് സൈഡ്, ഫാസ്റ്റ് ബോളിംഗ് സൈഡൊന്നും വലിയ മെച്ചമായിട്ട് തോന്നിയില്ല. എന്തായാലും ഇനിയിപ്പോൾ മത്സരത്തിലോട്ട് വരുമ്പോൾ എങ്ങനെയാവും നമുക്കറിയില്ല. കാരണം ഗ്രീൻ ബോൾ ചെയ്യും. അപ്പോൾ ഗ്രീനുണ്ട്, ചക്രവർത്തി ഉണ്ട്, അതുപോലെ തന്നെ സുനിൽ നരേനുണ്ട്, ഹർഷിത് റാണയുണ്ട്. ഇനി ബാക്കി വരുന്ന ആ ഒരു പേസ് ബോളർ സ്ലോട്ടിലോട്ട് ഈ രണ്ടുപേരിൽ ഒരാളെ വരത്തുള്ളൂ. ഓവർസീസ് പ്ലേയേഴ്സ് 4 പേരുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു ബെഞ്ചിലിരിക്കാൻ ഒരു ബാക്കപ്പ് ഓപ്ഷന് വേണ്ടിയിട്ട് ഇത്രയും ചിലവാക്കിയതൊരു മണ്ടത്തരമായിട്ടാണ് തോന്നിയത്. എന്തായാലും കൊൽക്കത്തയ്ക്കും ഒരു തരക്കേടില്ലാത്ത സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബോളിംഗ് യൂണിറ്റാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയേക്കുന്നത്. ഇനി ഈ ഓപ്ഷന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെ വന്ന ടീമുകളുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ തന്നെ ആ സെയിം ടീമിനെ, ആ കോർ ടീമിനെ നിലനിർത്തിയിട്ട് ഓൾറെഡി ഒരു സെറ്റ് ടീമായിട്ട് വന്നിട്ട് കുറച്ച് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ കുറച്ച് ബാക്കപ്പിന് വേണ്ടി മാത്രം ഈ ഓപ്ഷനിലേക്ക് വന്ന ടീമുകളാണ്. ഒന്ന് മുംബൈ ഇന്ത്യൻസ് ആണ്. വന്ന വഴിക്ക് തന്നെ കിട്ടിയ ലോട്ടറി 1 കോടിക്കാണ് നമ്മുടെ ക്വിൻ്റൻ ഡിക്കോക്കിന് എടുത്തത്. 2,20,00,000 കണ്ട് അവരുടെ പേഴ്സ് ബാലൻസ് ഉള്ളായിരുന്നു. അതിൽ തന്നെ 1 കോടിക്ക് ക്വിൻ്റൻ ഡിക്കോക്കിന് കിട്ടും. അതും ഓൾറെഡി അത്യാവശ്യം നല്ല ഫോമിൽ തന്നെയാണ് ക്വിൻ്റൻ ഡിക്കോക്ക് T20 കളിക്കുന്നത്. നമ്മുടെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക സീരീസ് കണ്ടവർക്ക് അറിയാം. അപ്പോൾ എന്തായാലും റിക്കൾട്ടൺ അല്പം ഫോം ഔട്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ റിക്കൾട്ടനെ മാറ്റി ക്വിൻ്റൻ ഡിക്കോക്ക് ഓപ്പണിംഗ് വന്നു. IPL-ലും ഇനിയിപ്പോൾ രോഹിത് അതുപോലെ തന്നെ ക്വിൻ്റൻ ഡിക്കോക്ക് ഓപ്പണിംഗ് തന്നെയായിരിക്കും അടുത്ത സീസണിൽ മുംബൈനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും മുംബൈക്ക് നല്ലൊരു ലോട്ടറി തന്നെയാണ് 1 കോടിക്ക് ക്വിൻ്റൻ ഡിക്കോക്കിനെ കിട്ടിയത്. അപ്പോൾ എന്തായാലും അടുത്ത വർഷം ഒരു ഫുൾ സെറ്റായിട്ടുള്ള മുംബൈ ടീമിനെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഓപ്പണിങ്ങിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം റിക്കൾട്ടൺ നല്ല ഫോമിൽ തന്നെയായിരുന്നു. എന്തായാലും ഈ വർഷം ആ ഫോം കുറച്ച് ഡിപ്പായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ക്വിൻ്റൻ ഡിക്കോക്ക് വരുന്നതോടെ ആ ഒരു പ്രശ്നം അവിടെ അവസാനിക്കുകയാണ്. ഒരു കിടലൻ ടീമായിട്ട് തന്നെയായിരിക്കും മുംബൈ 2026 IPL വരുന്നുണ്ടാവുക. പിന്നെ അടുത്തായിട്ട് പറയാവുന്നത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ആയിട്ടുള്ള RCBയുടെ കേസാണ്. കിടിലൻ ലേലം വിളി ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. ഇവർ ഇത്രയും കിടലായിട്ട് ലേലം വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അടുത്താലൊന്നും കണ്ടിട്ടില്ല. അതും മിനി ഓപ്ഷനാണ്. ഓൾറെഡി സെറ്റായിട്ടുള്ള ടീമുണ്ട്, കുറച്ച് ബാക്കപ്പ് മാത്രമേ വേണ്ടൂ. അതിൽ തന്നെ 2 കോടിക്ക് ബേസ് പ്രൈസിന് T20-യിലെ നമ്പർ 2 ബോളറായിട്ടുള്ള ജേക്കബ് ഡഫീനെ ടീമിലോട്ട് എത്തിക്കുന്നു. ഐസൽവുഡിൻ്റെ ജസ്റ്റ് ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ മാത്രമായിട്ട്. പിന്നീട് മങ്കേഷ് യാദവ് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഡൊമസ്റ്റിക് പ്ലെയറാണ്, യോർക്കർ സ്പെഷ്യലിസ്റ്റാണ്. യഷ് ദയാലിന് ഒരു ബാക്കപ്പ് എന്ന പോലെ മങ്കേഷ് യാദവിനെ ടീമിലോട്ട് എത്തിക്കുന്നു. അതിനും വലിയ ലോട്ടറി എന്ന രീതിയിൽ വെങ്കടേഷ് അയ്യറിനെ പോലൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനെ 7 കോടിക്ക് ടീമിലോട്ട് എത്തിക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ഓപ്ഷനിൽ 20 കോടിക്ക് മുകളിൽ RCB പോയിട്ടും കിട്ടാത്ത പ്ലെയറായിരുന്നു വെങ്കടേഷ് അയ്യർ. ആ വെങ്കടേഷ് അയ്യറിനാണ് ഇപ്പോൾ 7 കോടിക്ക് അവർ ടീമിലോട്ട് എത്തിക്കുന്നത്. RCB ടീമിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയത് ആ 1 ഡൗണിൽ ദേവദത്ത് പടിക്കലൊക്കെ ഇറങ്ങുന്ന ആ ഒരു സ്ഥലത്താണ്. കാരണം ദേവദത്ത് പടിക്കൽ ഒരു ഇച്ചിരി ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അവിടെ വെങ്കടേഷ് അയ്യർ കൂടി വരുന്നതോടെ ടീമിൻ്റെ ബാറ്റിംഗ് എന്ന് പറയുന്നൊരു ടോപ്പായിട്ട് മാറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു വെൽ ബാലൻസ്ഡും അതുപോലെ തന്നെ ഒരു ഡേഞ്ചർ സ്ക്വാഡായിട്ടാണ് 2026 IPL-നായിട്ട് RCB വരാൻ പോകുന്നത്. ഇത്തവണ എന്തായാലും ടൂർണമെൻറ്റ് ഫേവറേറ്റ്സ് RCB തന്നെയാണെന്ന് കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. പിന്നെ പറയാൻ പോകുന്നത് പഞ്ചാബിൻ്റെ കേസാണ്. പഞ്ചാബും കോർ ടീമിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ വലിയ അധികം പിക്സൊന്നും ഈ ഒരു ഓപ്ഷനിൽ വരാനായിട്ട് ചാൻസ് ഇല്ലായിരുന്നു. ബെൻ ഡോർഷസിനെയും അതുപോലെ തന്നെ കൂപ്പർ കോണോളി 2 ഓസ്ട്രേലിയൻ പ്ലേയേഴ്സാണ്. പിന്നെ ഒബ്വിയസ്ലി ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിനെ തന്നെ അവർ നോക്കുകയുള്ളൂ എന്ന് ഉറപ്പായിരുന്നു. 2 പേരും ഹിറ്റേഴ്സാണ്. ഇപ്പോൾ സ്റ്റോയിൻസിനൊക്കെ ഒരു ബാക്കപ്പ് പോലെയൊക്കെ കളിക്കാൻ സാധിക്കുന്ന 2 പ്ലേയേഴ്സിനാണ് എടുത്തേക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 5 ടീമുകൾ ചെന്നൈ, KKR, RCB, മുംബൈ, പഞ്ചാബ്, ഇതിൽ തന്നെ 3 ടീമുകൾ തീർച്ചയായിട്ടും പ്ലേ ഓഫിൽ വരാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷത്തെ IPL പ്ലേ ഓഫ് കളിച്ച പഞ്ചാബ്, മുംബൈ അതുപോലെ തന്നെ RCB, ഈ 3 ടീമുകളും ഇത്തവണയും ടൂർണമെൻറ്റ് ഫേവറേറ്റ്സ് ആയിട്ടുണ്ട്. അതിൽ തന്നെ മോസ്റ്റ് ഫേവറേറ്റ് എൻ്റെ അഭിപ്രായത്തിൽ RCB തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ടീമുകൾ ഇത്തവണയും പ്ലേ ഓഫിൽ വരാനായിട്ടുള്ള ചാൻസസ് കാണുന്നുണ്ട്. ബാക്കി 5 ടീമുകളെ പറ്റിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഈ ടീമുകളിൽ നിങ്ങളിപ്പോൾ ഏതൊക്കെ പ്ലേയേഴ്സിനെ നിങ്ങൾ ആഗ്രഹിച്ച പ്ലേയേഴ്സ് നിങ്ങളുടെ ടീമിലെത്തിയോ അല്ലെങ്കിൽ ഏതൊക്കെ പിക്കാണ് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് നന്നായിട്ട് തോന്നിയെന്നൊക്കെ നിങ്ങൾ കമൻറ്റിലിടുക. അപ്പോൾ എന്തായാലും താങ്ക് യു.